ഹലോ ഗായ്സ്, കുറച്ച് പർച്ചേസിങ്ങും ഹാമ്പർ സെറ്റ് ചെയ്യുന്നതും പിന്നെ അത് പാക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ സാധനം വാങ്ങാനാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ പോയത് പ്രിൻ്റർ ഷോപ്പിലായിരുന്നു. അവിടുന്ന് 2 പ്രിൻ്റർ വാങ്ങാനുണ്ടായിരുന്നു. ബോക്സിനൊട്ടിക്കേണ്ട പ്രിൻ്റർ മാത്രമേ ഞാൻ ഇവിടുന്ന് എടുക്കാറുള്ളൂ. ലേസർ പ്രിൻ്റാണ്, അതുകൊണ്ട് ഈ ഷോപ്പിൽ നിന്ന് എടുക്കാറ്. അതും വാങ്ങി തൊട്ടടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കൂടുതലും ക്രാഫ്റ്റിൻ്റെ സാധനം വാങ്ങാറ് കേട്ടോ. അങ്ങനെ അത് 2 വാങ്ങിയിട്ട് നെക്സ്റ്റ് പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ അവിടെ ഫോം ബോർഡ് വന്നെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാൻ പോയതാട്ടോ. അങ്ങനെ ഒരു ഫോം ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാമ്പറിലേക്ക് വേണ്ട ചോക്ലേറ്റ്സും പിന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങി ബ്രദറിന് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ബ്രദർ വന്ന് ബൈക്കിലായിരുന്നു കേട്ടോ ഇത് കൊണ്ടുപോകുന്നുണ്ടായത്. ഓട്ടോ പിടിക്കുകയാണെങ്കിൽ 80 രൂപയും. അപ്പോൾ ബ്രദർ ആ വഴിക്ക് പോകുന്നുണ്ട്, ഓൻ്റെ കൂടെ അങ്ങ് ആയി. വീട്ടിലെത്തിയപ്പാട് കൊണ്ടുവന്ന സാധനമൊക്കെ ഒന്ന് പുറത്തെടുത്തു. പിന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്യാനുണ്ടായത് ഒരു പെർഫ്യൂം ഹാമ്പറായിരുന്നു. അപ്പോൾ അതിലേക്ക് പെർഫ്യൂമും ഫ്ലവേഴ്സും ചോക്ലേറ്റ്സൊക്കെ വെച്ച് റെഡിയാക്കി. പിന്നെ അതിലേക്കൊരു ബർത്ത്ഡേ കാർഡ് കൂടി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഹാമ്പർ സെറ്റായിട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് ഇനി പാക്കിംഗ് ആണ്. പാക്കിംഗ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധനം ഒരു ഡാമേജ് ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ എത്തിക്കിട്ടു കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും തെർമാക്കോൾ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോക്സ് ഡാമേജ് ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ തെർമാക്കോൾ വെച്ച് സെറ്റ് ചെയ്യുന്നത്. നല്ല സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേന്നാട്ടോ പാക്കിങ്ങും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അതിലേക്ക് അഡ്രസ്സും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി ഇനി ഇത് പോസ്റ്റ് ചെയ്യാനാട്ടോ പോകുന്നുണ്ടായത്. ആദ്യം തന്നെ പോയത് DTDCയിലായിരുന്നു. അവിടെ എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലായിരുന്നു. അവിടെ ഇത് സ്പീഡ് പോസ്റ്റും ചെയ്തു. പിന്നെ എനിക്ക് വേറൊരു ഹാമ്പറിൽ ഒരു പെർഫ്യൂം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർഫ്യൂമും വാങ്ങി ബസ്സിന് കാത്തിക്കായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഇന്ന് വന്ന പുതിയ ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് മറ്റേ ഹാമ്പറിലേക്ക് വേണ്ട ഫോം ബോർഡ് കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. ബ്രദറായിരുന്നു അത് കട്ട് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അതിലേക്ക് വേണ്ട സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബോക്സ് റെഡിയാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ബോക്സ് റെഡിയാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ട് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതൊരു ആനിവേഴ്സറി ഹാമ്പർ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആനിവേഴ്സറീൻ്റെ ടോപ്പറും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോക്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ഷർട്ടും 2 ഫ്രെയിമും പിന്നെ ഒരു പെർഫ്യൂമും ഫ്ലവേഴ്സും ഒരു വാലറ്റും കുറച്ച് ചോക്ലേറ്റ്സ് ആട്ടോ വെക്കാനുണ്ടായത്. ഫ്രെയിമൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. പിന്നെ അതിനുശേഷം ഇനി വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റൊന്ന് എഴുതിയെടുക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാവിലെയാണ് കേട്ടോ മറ്റേ ഹാമ്പറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഇതാണ് ആ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.